ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് യാത്രയും കുറച്ച് ഗസ്റ്റും കാര്യങ്ങളും കുറച്ച് ടയേർഡാണ്, പക്ഷെ എന്നാലും നല്ല എനർജി ഉണ്ട്. ഇന്ന് കുറച്ച് ദിവസമായില്ലേ ഇപ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഈ നോവിനെ ഞാനെന്താ അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാത്തത്. ഉപ്പ് വേണ്ട. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നൊന്നരയാണ്. ഇതേണ്ട അടിപൊളി ടേസ്റ്റാണ്. ഏകദേശം 1 മാസമായി ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്നുള്ള ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവരെല്ലാം പോയി. ഇപ്പോൾ പിന്നെ ഇന്നലെ വീണ്ടും വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ട്. അയാളെ ഞാനിപ്പോൾ കാണിക്കില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞാനും നോങ്ങും കാങ്ങും എല്ലാം കൂടെ. ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, വെള്ളുള്ളി, ഇഞ്ചി എല്ലാ സാധനവും ഉണ്ട്. ഇത് നോങ്ങും ഞാനും പന്ത് കളിക്കാനുള്ള പന്താണ്. അപ്പൊ എന്തായാലും നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. അതിൻ്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ ഇന്നത്തെ ഇതിൽ. ബിരിയാണിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം കാണിക്കുന്നത് അത്രയേ ഉള്ളൂ. ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം, എന്തായാലും വാഴയിലയിൽ കഴിക്കണമെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട എല്ലാവർക്കും നന്ദി പറയാണ്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണ്ട, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, വാ. ഇവിടെ ഇപ്പോൾ കാങ്ങ് തക്കാളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി. ഇത് പുതിയ ചട്ടി ഉണ്ടല്ലോ, ഇതുണ്ടോ? ഇതിപ്പോ എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുതന്നതാണ്. അവിടെ നോങ് എൻ്റെ ഗസ്റ്റിനെ എക്സസൈസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാണ്. യോഗ ടീച്ചറാണ്. ഹായ്. ഇയാളെ നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നെയ്ബറാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. നോങ് അവിടെ യോഗ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അത് എന്റെ ഗസ്റ്റിനെ കാണിക്കാൻ പറ്റില്ല, സോറിയാ. What happened to your orange? You tell. No. You tell me the story. എന്റെ ഫ്രണ്ടിന്റെ ഓറഞ്ച് തോട്ടത്തിൽ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി. നിറയെ ഓറഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് തോട്ടത്തിൽ ഇന്നലെ ഒരു പ്രത്യേക തരം ജീവി വന്നിട്ട് കുരങ്ങനെ പോലെയുള്ള കംപ്ലീറ്റ് മൊത്തം പറിച്ചുകൊണ്ടുപോയി. അവര് പറിച്ചുകൊണ്ടുപോയി. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് ഓറഞ്ച്? เป็นอะไรเมื่อคืนอ่ะไอ้สอนส้มตั้งลงกินหมดเลยเดี๋ยวเราเอาโทรศัพท์ตะวัน Some animal from the mountain in the forest like say monkey นะ say monkey. No, you speak in Thai ก็คือกังกินเม็ดชัดเลยดิเกลียงกลิบเลยอ่ะKang is same monkey. On finish some na finish orange the garden. Monkey in eat เม็ดเลยอ่ะ all you know all finish. നോങ് അതാ അവിടെ തീയിട്ട് തുടങ്ങി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചാർക്കോളിലാണ്. അപ്പോൾ അവൻ ബ്രെഡ് കഴിച്ചുകൊണ്ടിരുന്ന സാസറിൽ ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് താഴെ വീണ് ഉടഞ്ഞതാണ്. ചാർക്കോള് പുകയുന്നു, നല്ല പുകയുണ്ട്, മൂക്കിലേക്ക് അടിക്കുന്നു. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ഇതേണ്ട
വലുതായി വലുതായി വരുന്നുണ്ട്. നല്ല ചൂടാണ് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത ചൂടാ ഇവിടെ. ശരിക്കും സാധാരണ ഈ സമയത്ത് ഫാന് പോലും വേണ്ടാണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ. പക്ഷെ ഇപ്പോൾ ഫാൻ ഇട്ടിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ ഇപ്പോൾ കാങ് ഉണ്ട്, നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ബിസ്ത ഉണ്ടാക്കുകയാണ്. അതിന് ബിസ്ത എന്നാണ് പറയുക തലശ്ശേരി ഭാഷയിൽ. തലശ്ശേരി ഭാഷയിലല്ല, മൊത്തത്തിൽ അതിന് ബിസ്ത എന്നാണ് പറയുക. ഈ ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഗോൾഡൻ കളറിലെടുക്കണം അത്. Chồng chậm quá, rà cảขึ้นrà cả luôn. เอา5 โลก็ลึกทุนนะ 5 lô 500 vậy? มัน Lúc tuần đó vậy 5 lô 500. ไม่ลึกทุนกับข้าวหลายวันนี้ Thàกับข้าวหลายวันไม่อดแดง นี่มันขายงบเลยมันเป็นดังงบเลยหรือว่าไปเลย ไม่ต่าง ไปเลยมีเท่าไหร่ tao đây cả tao đang mì đây cả tao đangไม่ต่างงบ ഇതിലിപ്പോൾ ഉള്ളി ഫ്രൈ ആയി വരികയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പട്ട ഇതൊക്കെ ഇട്ടിരുന്നു, ഗ്രാമ്പൂ ഏലക്കായൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബിരിയാണി മസാല കൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അവരവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ശബ്ദം. അങ്ങനെ ബിരിയാണി മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കണം, ദമ്മിടണം. അതന്നെ ദമ്മ പൊട്ടിച്ചപ്പോൾ എന്തൊരു വാസനയാണ്, നല്ലൊരു ആരോമ വരുന്നുണ്ട് ആ ബിരിയാണിൻ്റെ. ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എന്താ എല്ലാം വേറെ വേറെ വിട്ട് നിൽക്കുന്നുണ്ട്. നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് ബിരിയാണി. ആഹാ, കോഴിയൊക്കെ അതിനകത്തേക്ക് എടുത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ആരോമ, നല്ല രസമുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട് ബിരിയാണി. ഇതിനി വാഴയിലയില് കഴിക്കണം. 어로이 막. Very yummy. Very yummy. Very yummy. ഞാൻ സത്യം വരെ ഞാൻ ഉണ്ടാക്കിയുണ്ടല്ല, അപാര ടേസ്റ്റാ. അതിൻ്റെ കൂടെ ഈ കച്ചമ്പറുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ എനിക്ക് മാങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് സത്യമായിട്ടും. ഓ, ഞങ്ങൾ ഇന്നലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പൊ പിറ്റേ ദിവസം രാവിലെയാണ് ഇത്, അത് രാവിലെയാണ് 7 മണിക്ക്. ഞങ്ങളിപ്പോൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മോർണിംഗ് മാർക്കറ്റിൽ. അവിടെ പോയിട്ട് കുറച്ച് മീനും പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ട്. അതിനു വേണ്ടിയുള്ള യാത്രയിൽ നമ്മൾ പാട്ട് പാടിക്കൊണ്ട് ഡ്രൈവ് ചെയ്യണം. ഇവിടെ ഭയങ്കര ശബ്ദമാണ് മാർക്കറ്റിൽ.
ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഏട്ടയുടെ തലയും പിന്നെ സാൽമണിൻ്റെ തലയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അയിലയും മറ്റു കുറച്ച് മീനുകളൊക്കെ വാങ്ങി.มันเป็นยาป่วยข่อยบ่มาเป็นใหม่ๆได้ เอาไหมแม่ค้า บ่บอกอย่างเราเด้อ beautiful นะซิงเกิลข่อยบ่เป็นบ่เอาดอกบ่เนี่ยบ่เนี่ยเอามุยันเลยบ่พี่ മാർക്കറ്റിൽ നിന്ന് ഫ്രഷായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഏട്ടയുടെ തല അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എൻ്റെ ഗസ്റ്റിന് ഏട്ടയുടെ തല കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള തല കിട്ടുകയും ചെയ്തു. ഇതെൻ്റെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഏട്ട തലക്കറി റെഡി ആയിട്ടുണ്ട്. വിശക്കുന്നുണ്ട്. ഉണക്ക മീന് മുള്ളനും മത്തിയും ഫ്രൈ ചെയ്തതുണ്ട്. പിന്നെ ഉപ്പുമാങ്ങയുണ്ട്. പിന്നെ എഗ്ഗ് രാവിലെ എഗ്ഗ് പുഴുങ്ങിയത് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.